കിഷ്കിന്ധാകാന്ഡത്തിന്റെ ടാഗ്ലൈൻ എ ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് എന്നാണ്. ആരാണ് ബുദ്ധിയുള്ള ഈ 3 കുരങ്ങന്മാർ? അവരെന്താണ് ബുദ്ധിപൂർവ്വം ചെയ്യുന്നത്? കിഷ്കിന്ധാകാന്ഡത്തിന് ഇറങ്ങി കഴിഞ്ഞു കിട്ടിയ ഹൈപ്പ് കണ്ടപ്പോൾ ഇതറിയാൻ നല്ല ആകാംക്ഷയുണ്ടായിരുന്നു. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഈ സിനിമയുടെ പേര് ഇത്തിരി വെറൈറ്റിയാണ്. കുരങ്ങന്മാർ നിറഞ്ഞ ഒരു റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തെ ഒരു വീട്ടിലാണ് കഥ നടക്കുന്നത്. സിനിമയിലുടനീളം ഈ കുരങ്ങന്മാരുടെയും ഈ കാടിന്റെയും സാമീപ്യമുണ്ട്. രാമായണത്തിലെ കിഷ്കിന്ധയും കുരങ്ങന്മാരുടേതാണല്ലോ. ജീവിതത്തിൽ ഒരു വലിയ ട്രാജഡി ഉണ്ടായ മനുഷ്യനായാണ് ആസിഫ് അലിയുടെ കഥാപാത്രം ഈ സിനിമയിലെത്തുന്നത്. സ്വന്തം ഭാര്യ മരണപ്പെട്ടു, മകനെ കാണാതായി. ഇത് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം ഇയാൾ വേറൊരു വിവാഹം കഴിക്കുന്നു. സിനിമ തുടങ്ങുന്നത് ഈ വിവാഹത്തോടെയാണ്. കുറെ കാലത്തെ പരിചയത്തിന് ശേഷം എല്ലാം മനസ്സിലാക്കി അയാളെ കെട്ടുന്ന ഒരു കഥാപാത്രമായാണ് അപർണ എന്ന അപർണയുടെ കഥാപാത്രത്തെ കാണിക്കുന്നത്. മൂന്നാമത്തെ കഥാപാത്രം ആസിഫ് അലിയുടെ അജയ് ചന്ദ്രന്റെ അച്ഛനാണ്. പട്ടാള ചിട്ടയുള്ള വിചിത്രമായ വാശികളും മുൻകോപവുമുള്ള അപ്പുപിള്ള. സിനിമയുടെ ടാഗ് ലൈനിൽ പറഞ്ഞ 3 ജ്ഞാനികളായ കുരങ്ങന്മാർ ഇവരാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു നെഗറ്റീവ് വൈബുള്ള വളരെ ഡിപ്രസിംഗ് ആയ ഒരു വീട്ടിലേക്ക് വന്ന് കുടുങ്ങിപ്പോകുന്ന ഒരു പെണ്ണാണ് അപർണ എന്ന തോന്നലാണ് പ്രേക്ഷകർക്കുണ്ടാവുക. പിന്നീട് സിനിമ മുന്നോട്ട് പോകുന്തോറും അത് കുറച്ചുകൂടി ഉറപ്പാകും. ഒടുവിൽ അവസാനിക്കുമ്പോൾ പരസ്പരം ഇത്രയധികം കരുതലുള്ള കുറച്ച് മനുഷ്യരുടെ ഇടയിലേക്കാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് അപർണ മനസ്സിലാക്കുന്നിടത്ത് പ്രേക്ഷകരും എത്തിച്ചേരും. ഒരു സ്ലോ ബേൺ ത്രില്ലർ, ഒരു ഫാമിലിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ഒരു ഗംഭീര സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. അറിവും തിരിച്ചറിവുമുള്ള 3 പേരാണ് അപർണയും അജയചന്ദ്രനും അപ്പുപിള്ളയും. പരസ്പരം കരുതലുമുണ്ട്. ഹസ്ബൻഡിന്റെ ദുഃഖം, അതായത് മകനെ കാണാതായ ദുഃഖം, അതിനെ തന്റേതുകൂടിയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഭാര്യയിൽ ഈ കരുതൽ കാണാം. എന്നാൽ അപ്പുപിള്ളയ്ക്ക് മകനോടുള്ള കരുതലാണ് ഈ സിനിമയുടെ കാതൽ. തിരിച്ചു മകൻ അച്ഛനോടുള്ള കരുതലും. ആ അച്ഛൻ മകൻ ബന്ധം സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് ഫീൽ ചെയ്യാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ആദ്യം പിടിവാശിയുള്ള അച്ഛനായി ഇത്തിരി ടോക്സിക് അച്ഛൻ മകൻ ബന്ധമായി കാണുന്നവർക്ക് തോന്നുന്ന ആ ബന്ധം പിന്നീട് അച്ഛന്റെ മറവി രോഗം വെളിവാകുമ്പോൾ വേറൊരു രീതിയിൽ ആദ്യം കണ്ടതിനെ ഒന്നുകൂടി നോക്കി കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കും. അച്ഛന്റെ രോഗം മറ്റുള്ളവർ അറിയരുതെന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛന്റെ ആ സീക്രറ്റിനെ ആ രീതിയിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന മകനെ ആസിഫ് അലി ഗംഭീരമാക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് തോന്നിയ മറ്റൊരു കഥാപാത്രം അപ്പുപിള്ളയുടേതാണ്. പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയാത്ത വിധം എല്ലാ ഷെയ്ഡും പെർഫെക്റ്റ് ആയി കൊണ്ടുപോകാൻ വിജയരാഘവന് കഴിഞ്ഞു. തുടക്കത്തിൽ ഇത്തിരി ഗ്രേ ഷെയ്ഡിലൂടെ പോകുന്ന കഥാപാത്രം മകന് വേണ്ടി റിപ്പീറ്റഡ് ആയി സ്വയം ഏറ്റുവാങ്ങുന്ന മനോവേദന നമ്മളെ അനുഭവിപ്പിക്കാനും അപ്പുപിള്ളയ്ക്ക് കഴിഞ്ഞു. മറ്റൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് അപർണയുടേതാണ്. ആ കഥാപാത്രത്തിന് വളരെ ആപ്റ്റായി തോന്നി. ബോൾഡായ കെയറിംഗ് ആയ കഥാപാത്രം. ബുദ്ധിയുള്ള, ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളിലെ വിയേർഡ്നെസ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന, പ്രശ്നങ്ങളുടെ ചുരുളഴിഞ്ഞ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കഥാപാത്രം ഒടുവിൽ തന്റെ ഭർത്താവും തന്നിൽ നിന്ന് പലതും ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് റിവീൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ബുദ്ധിയുള്ള ആ 3 കുരങ്ങന്മാരിൽ ഒരാൾ അപർണയുടെ കഥാപാത്രം തന്നെ. തന്റെ ഓർമ്മക്കുറവിലും ഓരോ തവണയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാണാതായ ചച്ചു എവിടെയെന്ന് മനസ്സിലാക്കുന്ന, അത് മനസ്സിലാക്കിയ ശേഷം അതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും കത്തിച്ചു കളയുന്ന അപ്പുപിള്ളയും ബുദ്ധിയുള്ള കഥാപാത്രം തന്നെ. എല്ലാ തവണയും മകൻ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് കേൾക്കുമ്പോൾ മകന് ശരിക്കും എന്ത് പറ്റിയെന്നറിഞ്ഞിട്ടും ആ ഒരു ഡ്രാമ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആസിഫ് അലിയുടെ അജയനും ഇതേ കാറ്റഗറിയാണ്. പക്ഷെ ഇവരുടെ എല്ലാം ബുദ്ധിയോടൊപ്പം ചേർന്ന് പറ്റിക്കിടക്കുന്ന വേറൊന്നുണ്ട്. അത് അവരുടെ കരുതലാണ്, സ്നേഹമാണ്. ആ കരുതലും സ്നേഹവും കാണാൻ വേണ്ടി ഈ സിനിമ കാണാം. കഥ കുറച്ച് ഡിപ്രസിംഗ് ആണ്, പക്ഷെ ആ ഡിപ്രസിംഗ് ടോണിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹമുണ്ട്. സാധാരണ ക്രൈം ത്രില്ലേഴ്സ്, സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഇവയിൽ നിന്നെല്ലാം ഈ കഥ വ്യത്യസ്തമാകുന്നത് ഇതിന് ഇങ്ങനെ ഒരു ലെയർ കൂടി ഉള്ളതുകൊണ്ടാണ്. വിജയരാഘവന് കുറച്ചു കാലത്തിന് ശേഷം കിട്ടിയ വളരെ മികച്ചൊരു കഥാപാത്രമാണ് അപ്പുപിള്ള എന്നതിൽ സംശയമില്ല. ആസിഫ് അലിക്കും അങ്ങനെ തന്നെ ഒരു മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. കഴിവുണ്ടായിട്ടും അതിനധികം സാധിക്കാതെ പോയ ഒരാളായിരുന്നു ആസിഫ് അലി. ത്രൂ ഔട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. പ്രത്യേകിച്ച് സ്ലോ ബേൺ ത്രില്ലേഴ്സിന്റെ ആരാധകരെ. നല്ല പഴുതടച്ച തിരക്കഥയും സംവിധാനവുമാണ് സിനിമയുടേത്. ഒരു ചീറ്റ് ത്രില്ലറിന് വേണ്ട സെറ്റപ്പും പേ ഓഫും ഒരുക്കി കാണികളെ അങ്ങ് ത്രില്ലടിപ്പിച്ച് പോകാം എന്നൊരു ഉദ്ദേശത്തോടെയുള്ള കഥയല്ല എന്ന് കണ്ടു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. വേറൊരു പ്രത്യേകത, ഈ സിനിമയിൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് പോലീസല്ല, മറിച്ച് ക്യൂരിയസ് ആയ ഒരു പെണ്ണാണ് എന്നതാണ്. അതായത് സിനിമ കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് അപർണയുടെ കഥാപാത്രം ചിന്തിക്കുന്നത്. നമ്മൾ എന്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അതാണ് അപർണയുടെ കഥാപാത്രം പ്രവർത്തിക്കുന്നത്. അപ്പുപിള്ളയോട് നമുക്ക് തോന്നുന്ന ക്യൂരിയോസിറ്റിയാണ് അപർണ എന്ന കഥാപാത്രത്തിനുമുള്ളത്. അപർണയെ പോലെ അപ്പുപിള്ളയ്ക്ക് പുറകിലെ മിസ്റ്ററി അറിയാൻ നമ്മളും ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്ന ആസിഫ് അലിയുടെ അജയനെ തുടക്കത്തിൽ അപർണയെ പോലെ നമ്മളും അവിശ്വസിക്കുന്നില്ല. അതായത് പ്രേക്ഷകരുമായി നന്നായി ഇമോഷണലി കണക്ട് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലാണ് കഥയുടെ പോക്ക്. ഈ സിനിമ ആളുകൾക്ക് ഇഷ്ടമാകാനുള്ള ഒരു കാരണവും ഇതാണ്. അപ്പൊ എന്താണ് കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.